الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് വേണ്ടി സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണമേ എന്ന് സ്വന്തം മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളുടെ സഫുകളിൽ ഒരുപാട് ഉളവ് കാണുന്നുണ്ട്. ആ പിറകിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ സഫിലേക്ക് കയറിയിരിക്കും. മൂന്നാമത്തെ സഫിൽ ഒരുപാട് ഉളവ് കാണുന്നു. നമ്മൾ എന്നും ഖുതുബയുടെ തുടക്കത്തിൽ പറയുന്ന ഒരു വിഷയമാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, മനുഷ്യന്റെ പ്രകൃതിപരമായ എല്ലാ ആവശ്യങ്ങളും വികാരങ്ങളും മനസ്സിലാക്കിയ മതമാണ് അല്ലാഹുവിന്റെ ദീൻ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ് വിവാഹം എന്നുള്ളത്. ഒരു വിവാഹത്തിലൂടെ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ആത്മബന്ധത്തെ ഊട്ടിയുറപ്പിക്കുവാനും അതുപോലെ തന്നെ അവരുടെ ലൈംഗിക വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാനും പരസ്പരം സമാധാനപരമായി കൊണ്ടുള്ള, ആനന്ദപരമായി കൊണ്ടുള്ള ജീവിതത്തെ പടുത്തി കൊണ്ടുപോകുവാൻ അത് സാധ്യമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ ശക്തമായി മുന്നോട്ട് വെച്ച
ഒരു കരാറാണ് വിവാഹം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിവാഹത്തിന്റെ ലക്ഷ്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُمْ مِنْ أَنْفُسِكُمْ أَزْوَاجًا. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അല്ലാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ പരസ്പരം സമാധാനമുള്ള ആളുകളാകുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്കീന ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ സ്നേഹത്തെയും കാരുണ്യത്തെയും ഉണ്ടാക്കി തന്നു. ആ വിവാഹത്തിലൂടെ, ആ വിവാഹം കഴിക്കുന്നതിലൂടെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഭാര്യയ്ക്ക് സമാധാനമാകണം ഭർത്താവ്, ഭർത്താവിന് സമാധാനമാകണം ഭാര്യ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹം എന്നുള്ളതിന് പ്രയോഗിച്ച പദം എന്നുള്ളത് മവദ്ദ. സ്നേഹം എന്നുള്ള ആ പദത്തിലെ ഏറ്റവും ടോപ്പായ വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രയോഗിച്ചത്. നോക്കൂ നിങ്ങൾ, ഇന്ന് നമ്മൾ പറയാട്ടോ, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിവാഹം എന്നുള്ള വലിയ ഒരു പുണ്യകർമ്മം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു നിഅമത്താണ്. പരിശുദ്ധ ദീൻ ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ചു ആ വിവാഹത്തിലൂടെയുള്ള കുടുംബ ജീവിതത്തെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ. നിനക്ക് മുമ്പും നബിയെ നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. പ്രവാചകരെ, നിനക്ക് മുമ്പും നാം ഒരുപാട് ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് നബിയെ. വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ. അവർക്ക് നാം ഭാര്യമാരെയും സന്താനങ്ങളെയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിവാഹത്തിന് പ്രോത്സാഹനം നൽകി. പ്രിയപ്പെട്ടവരെ, സന്യാസിയായിക്കൊണ്ട് ജീവിക്കുന്നതിനെയും അതുപോലെ തന്നെ ബ്രഹ്മചര്യത്തെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻകഴിഞ്ഞു വന്ന എല്ലാ പ്രവാചകന്മാർക്കും ഭാര്യമാരുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, കുടുംബജീവിതം നയിച്ച ആളുകളായിരുന്നു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറയുമായിരുന്നു, യാ മഅ്ശറ ശബാബ്, ഏ യുവസമൂഹമേ, മൻ ഇസ്തതാ മിൻകുമുൽ ബാഅത്ത് ഫലയതസവ്വജ്. നിങ്ങൾക്ക് വിവാഹം കഴിക്കുവാനുള്ള പ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വിവാഹം കഴിക്കുവാനുള്ള ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒരു സ്ത്രീയെ നോക്കുവാനുള്ള, അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുവാനുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഫലയതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കണം. നോക്കൂ പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ അതിന്റെ ലക്ഷ്യം അറിയോ? ഫഇന്നഹു അഅദു ലിൽ ബസർ, അത് നിങ്ങളുടെ ദൃഷ്ടിയെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു അന്യ സ്ത്രീകളിലേക്ക് അല്ലെങ്കിൽ അന്യബന്ധത്തിലേക്ക് പോകാതെ ഇസ്ലാം അനുവദിച്ച ഏറ്റവും നല്ല രൂപത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈംഗിക വിശുദ്ധിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ കുട്ടികളൊക്കെ എന്താ പറയാറുള്ളത്? കൊല്ലങ്ങൾ കഴിയട്ടെ, വർഷങ്ങൾ കഴിയട്ടെ, പഠനം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് പുതിയ ചിന്താഗതികളുമായി കടന്നു വരുന്ന നമ്മുടെ യുവതലമുറകളോട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസിനെ നമുക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ കഴിയണം.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമൻ ലം യസ്തതിഅ ഫഅലൈഹി ബിസ്സൗം, അവർക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ, ഇനി അവർക്ക് വിവാഹം കഴിക്കുവാനുള്ള ആ ഒരു പ്രാപ്തതയും അതുപോലെ തന്നെ സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള പ്രയാസമുണ്ട് എങ്കിൽ അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ. ഫഇന്നഹു ലഹു വിജാ, ആ നോമ്പ് അവൻക്കൊരു പരിചയാണ്. എന്തിൽ നിന്നുള്ള പരിച? എല്ലാവിധ തിന്മകളിൽ നിന്നുള്ള, എല്ലാവിധ മേച്ഛതകളിൽ നിന്നുള്ള പരിചയാണ് അവനക്ക് ആ നോമ്പ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലാകണം ആ വിവാഹത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ വിവാഹം എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കരാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പഠിപ്പിച്ചു, വഅഖദിന മിൻകും മീസാഖൻ ഗലീദാ, അവർ നിങ്ങളിൽ നിന്നും സുദൃഢമായ കരാർ വാങ്ങുകയും ചെയ്തിരിക്കുന്നു. ആ പൊന്നുമകളെ ആ പിതാവ് പോറ്റി വളർത്തിയതുപോലെ സ്നേഹവും വാത്സല്യവും എല്ലാവിധ ആദരവും കൊടുത്തുകൊണ്ട് അവളെ നോക്കിയെടുക്കാമെന്നുള്ള വരന്റെ കൃത്യമായി കൊണ്ടുള്ള ഒരു കരാറാണ്. പ്രിയപ്പെട്ടവരെ, സാക്ഷികളെ മുൻനിർത്തിക്കൊണ്ടാണ് അവൻ ആ കരാറെടുക്കുന്നത്. അതുകൊണ്ട് ആ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായി ചില നിബന്ധനകൾ പഠിപ്പിച്ചു. ആ നിബന്ധനകളെ കൃത്യമായി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കുകയും അത് കൊണ്ടുവരികയും ചെയ്യണം. ഇന്ന് ഏറ്റവും കൂടുതൽ വൈവാഹിക ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെയൊക്കെ അസ്സൽ എവിടെയെന്ന് അറിയും പ്രിയപ്പെട്ടവരെ? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തൃപ്തിയില്ലാത്ത രൂപത്തിലുള്ള വിവാഹ ജീവിതത്തിലൂടെയാണ്. കാരണം എത്രയോ മക്കള് പറയലുണ്ട് ബാപ്പാനോട്, വിദേശത്ത് നിന്ന് പെണ്ണിനെ നിങ്ങൾ പോയി കണ്ടാൽ മതി, നിങ്ങൾ കാണുന്ന കുട്ടിനൊക്കെ ഇഷ്ടമാണ്. അംഗീകരിക്കരുത്. ആ സംസാരം ശരിയല്ല. ആ സംസാരം ദീനിന്റെ സംസാരമല്ല. കാരണം ദമ്പതികൾക്കിടയിലുള്ള തൃപ്തി അത് വൈവാഹിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന കാര്യമാണ്. അത് തീരുമാനിക്കുവാനുള്ള അവകാശം ഉപ്പക്കല്ല, അത് തീരുമാനിക്കുവാനുള്ള അവകാശം ഉമ്മക്കല്ല. എത്ര വലിയ സ്നേഹനിധിയായ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും പ്രിയപ്പെട്ട വിശ്വാസികളെ, അത് വരനും അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെയും തൃപ്തിയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. ജാഹിലിയ കാലഘട്ടത്ത് സ്ത്രീകളുടെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവരുടെ സമ്മതമൊന്നുമില്ലാതെ അവർ വിവാഹം കഴിക്കുക. അവർക്ക് ഇഷ്ടമൊന്നും ഉണ്ടാവൂല, എന്നാലും അവരെ നിർബന്ധിപ്പിച്ചുകൊണ്ട് വിവാഹം ചെയ്യപ്പെടുന്ന ഒരു ദുരവസ്ഥ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹം കടന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, ഒന്നാമത്തെ വിഷയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തൃപ്തിയാണ് എങ്കിൽ, ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണെങ്കിൽ, രണ്ടാമത്തെ ഒരു വിഷയം പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വധുവിന്റെ സമ്മതമാണ്. വധുവിന്റെ സമ്മതമാണ്. ആ വരനെ ഉപ്പാക്ക് ഇഷ്ടപ്പെട്ടു, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടു, കുടുംബക്കാർക്ക് ഇഷ്ടപ്പെട്ടു, പല ആളുകൾക്കും പലരും ഇഷ്ടപ്പെട്ടു. പലരും വരന്റെ മഹത്വം പറഞ്ഞു, പലരും പല രൂപത്തിൽ വരന്റെ മഹത്വവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും അംഗീകരിച്ചു. പക്ഷേ വരനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയോട് ഇഷ്ടമില്ല എങ്കിൽ, ആ കുട്ടിയെ വിവാഹം കഴിക്കുവാൻ താല്പര്യമില്ല എങ്കിൽ, ആ വധുവിന് തിരിച്ചും താല്പര്യമില്ല എങ്കിൽ, ഒരു നിലക്ക് പോലും ആ കുട്ടിയെ നിർബന്ധിപ്പിക്കുവാൻ പാടുള്ളതല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വൽ വിക്രു യസ്തഅ്ദിനുഹാ അബൂഹാ, കന്യകയുടെ പിതാവ് അവളോട് സമ്മതം ചോദിച്ചു കൊള്ളട്ടെ. മോളെ, ഈ വ്യക്തിയെ നിനക്ക് ഇഷ്ടമായോ? ഇസ്ലാം അംഗീകരിച്ച വിഷയമാണ്. പരസ്പരം വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ ആണും പെണ്ണും തമ്മിൽ എന്ത് ചെയ്യണം? പരസ്പരം കാണണം. അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവളുടെ പിതാവ് അവളോട് അതിന്റെ സമ്മതത്തെ കുറിച്ച് അവളോട് ചോദിച്ചു കൊള്ളട്ടെ. അവള് പറയാണ്, ഉപ്പ എനിക്കത് ഓക്കെയാണ്, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ട പിതാവേ താങ്കൾക്ക് ആ വിഷയത്തിൽ അധികാരമുള്ളൂ. അതൊരു ചില്ലറ വിഷയമായിട്ട് നമ്മൾ എടുക്കരുത്. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വധുവിന് രക്ഷാധികാരി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വധുവിന്റെ രക്ഷാധികാരി
നിക്കാഹിന്റെ അവസരത്തിൽ നിർബന്ധമാണ്. ഇനി ആ രക്ഷാധികാരി ഇല്ലെങ്കിൽ അതിനോട് ഏറ്റവും അടുത്ത ആൾ എന്തെങ്കിലും കാരണത്താൽ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടായി ആ കുട്ടിയുടെ പിതാവില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ അത് നിർവഹിക്കുവാൻ വരണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ നികാഹ ഇല്ലാ ബിവലിയ്യിൻ, രക്ഷാധികാരിയില്ലാതെ വിവാഹം ശരിയാവുകയില്ല. എത്ര സത്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വിവാഹത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് പരസ്പരം കാണുക എന്നുള്ളത്. ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പരസ്പരം കാണണം. ആ കാണുന്ന സന്ദർഭത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ആദബുകൾ നമ്മൾ പാലിക്കണം. ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അതൊരു വലിയ ഉത്സവമാക്കി ആഘോഷിക്കാതെ വളരെ ലളിതമായി വരൻ താൻ ഉദ്ദേശിക്കുന്ന ആ സ്ത്രീയെ പോയി കണ്ട് സംസാരിക്കുന്നതിൽ വിരോധമില്ല. അതുപോലെ തന്നെ രണ്ടാമതായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യുവാക്കളെ, നമ്മൾ നോക്കേണ്ടത് ആദർശമായിരിക്കണം. നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെ ആദർശത്തെയാണ് നമ്മൾ നോക്കേണ്ടത്. അവളുടെ സൗന്ദര്യത്തെ പരിഗണിക്കണ്ട എന്നല്ല, അവളുടെ സമ്പത്തിനെ നീ പരിഗണിക്കണ്ട എന്നല്ല, അവളുടെ തറവാടിനെ നീ പരിഗണിക്കണ്ടല്ല എന്ന. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു, തുൻകഉൽ മർഅതു ലിഅർബഅ, 4 കാര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു സ്ത്രീ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാഹു റസൂൽ പറയാണ്, ലിമാലിഹ, ഒന്ന് അവളുടെ സമ്പത്താണ്, വലികസബിഹ, അവളുടെ തറവാടാണ്, വലിജമാലിഹ, അവളുടെ സൗന്ദര്യമാണ്, വലിദീനിഹ, അവളുടെ മതമാണ്. നോക്കൂ നിങ്ങൾ, ഈ 4 കാര്യങ്ങളാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാരോ, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, സൗന്ദര്യം നോക്കിക്കോ പ്രശ്നമില്ല, സമ്പത്ത് നോക്കിക്കോ പ്രശ്നമില്ല, തറവാട് നോക്കിക്കോ പ്രശ്നമില്ല, പക്ഷേ ഫദ്ഫർ ബിദാത്തിദ്ദീൻ, നീ നിന്റെ ദീനിന്റെ കാര്യത്തിൽ നീ ഒന്ന് മുന്നോട്ട് ഒന്ന് കാണണം. അതിന്റെ കാര്യത്തിൽ ഒരു താല്പര്യം കൂടുതൽ നിനക്ക് കാണണം എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദീനുണ്ടെങ്കിൽ ആ പെണ്ണിന് സ്വാഭാവികമായും സൗന്ദര്യം ഉണ്ടാകും. ദീനുണ്ടെങ്കിൽ ആ പെണ്ണിന് സാമ്പത്തികമായ വളർച്ചയുണ്ടാകും. എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ ദീനിന് നിങ്ങൾ മുൻഗണന കൊടുക്കുക, നിങ്ങൾ വിജയിച്ചേക്കാം. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുക പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെയാണ് സാക്ഷിയുടെ സാന്നിധ്യത്തിലാണല്ലോ പ്രിയപ്പെട്ടവരെ ആ കരാർ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. 2 സാക്ഷികൾ ഉണ്ടായിരിക്കണം. നീതിമാന്മാരായ, മുവഹിദുകളായ, മുത്തഖീങ്ങളായ 2 സാക്ഷികളെ നിർത്തിക്കൊണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ ആ വിവാഹം അവിടെ നടക്കേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വധുവിന്റെ രക്ഷിതാവ് വരനോട് പറയുകയാണ്, എന്റെ അധീനതയിലുള്ള ഈ സ്ത്രീയെ അല്ലെങ്കിൽ എന്റെ മകളെ ഞാനിതാ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ അതിന് മറുപടിയായി വരൻ പറയേണ്ടത് എന്താണ്? ഞാനത് തൃപ്തികരമായി ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള രൂപത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു ഈജാബും ഖബൂലും നടക്കുന്നതിലൂടെ, മഹർ കൊടുക്കുന്നതിലൂടെയാണ് ആ വിവാഹം സാധുവായി തീരുന്നത്. അവിടെ മുതൽ ആ ഭാര്യയും ഭർത്താവും പ്രിയപ്പെട്ടവരെ പിന്നെ ഒന്നിച്ചുള്ള ജീവിതമാണ്. പക്ഷേ പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ച ഈ നിയമങ്ങളെ കൃത്യമായി പാലിക്കുന്ന ആളുകളുണ്ട് എങ്കിലും പ്രിയപ്പെട്ടവരെ പല ആളുകളും സാക്ഷികളുടെ വിഷയത്തിൽ അതൊന്നും ശ്രദ്ധിക്കാറില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ നികാഹ ഇല്ലാ ബിവലിയ്യിൻ, രക്ഷാധികാരിയില്ലാതെ നിക്കാഹ് ശരിയാവുകയില്ല. വശാഹിദൈ അദ്ൽ, നീതിമാരായ 2 സാക്ഷികളും അനിവാര്യമാണ്. അങ്ങനെ 2 സാക്ഷികളും ഇല്ലെങ്കിൽ ആ വിവാഹം ശരിയാവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ആ വിവാഹത്തിന്റെ ഒരു സന്തോഷം എന്ന നിലക്ക് വരന്റെ ആളുകൾ ആ തന്റെ കുടുംബത്തിലെ ആളുകൾക്കും തന്റെ സുഹൃത്തുക്കൾക്കും കൊടുക്കുന്ന വിവാഹ സദ്യക്കാണ് വലീമ എന്ന് പറയുന്നത്. അത് ഏറ്റവും നല്ല രൂപത്തിൽ ദൂർത്തൊന്നും കാണിക്കാതെ, നാട്ടിലെ പ്രമാണിമാരെ മാത്രം വിളിച്ചുകൂട്ടാതെ,
പാവങ്ങളെയും പരിഗണിച്ചുകൊണ്ട്, പ്രയാസപ്പെടുന്ന ബാലന്മാരെയും കുട്ടികളെയും അനാഥകളെയും പരിഗണിച്ചുകൊണ്ട് ആ വലീമ കൊടുക്കുവാൻ പ്രിയപ്പെട്ടവരെ അതിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നോക്കിയേ നിങ്ങള്, ദീനുള്ള ഒരു പെണ്ണിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ, ദീനുള്ള ഒരു ഭാര്യയെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് എന്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അല്പനേരം കൊണ്ടുപോവുകയാണ്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലെ ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ഉടമയായിരുന്നു നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരോടും മാന്യമായ പെരുമാറ്റം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് കണ്ടാൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. നമ്മുടെ വരവ് കാണുമ്പോഴും ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മളോട് സംസാരിക്കണം, നമ്മുടെ വിശേഷണങ്ങൾ ചോദിച്ചറിയണം. നല്ല സ്വഭാവമുള്ള ആളുകളായിട്ട് മാറാൻ നമുക്ക് സാധ്യമാകണം. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാഖ് ഗുഹയിലേക്ക് കിലോമീറ്ററുകൾ നടന്നുകൊണ്ട് സഞ്ചരിച്ചു പോകും. എന്തിനു വേണ്ടി? ആ ഇറാഖ് ഗുഹയിൽ നിന്ന് അല്ലാഹുവിനെ ഏകാന്തമായി ഓർക്കാൻ, അല്ലാഹുവിലേക്ക് കരഞ്ഞ കണ്ണുമായി അല്ലാഹുവിലേക്ക് അടുക്കുവാൻ. അല്ലേ? അങ്ങനെ പോകുന്ന സന്ദർഭത്തിലാണല്ലോ പ്രിയപ്പെട്ടവരെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഇഖ്റഅ, താങ്കൾ വായിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. ഭയവിഹ്വലനായി പേടിച്ചു വിറച്ച നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിച്ചുകൊണ്ടതാ പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ വചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതി കൊടുക്കുകയാണ്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, ഖലഖൽ ഇൻസാന മിൻ അലഖ, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്ക് പ്രവാചകരെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ സന്ദർഭങ്ങളിലൂടെ പേടിച്ചു വിറച്ചുകൊണ്ട് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കടന്നു പോകുന്ന രംഗങ്ങളിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖദീജ, ഖദീജ, എന്നെ ഒന്ന് മൂടി പുതപ്പിച്ചു തരുമോ? എന്നെ ഒന്ന് പുതപ്പിച്ചു തരുമോ ഖദീജ? എനിക്ക് വല്ലാത്ത പേടിയാണ്, ഭയമാണെന്ന് പറയുമ്പോ ഒരു ഭാര്യയുടെ ഏറ്റവും നല്ല സ്വഭാവം അവിടെ പ്രകൃതമാവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തിരുത്തി പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു കൊടുത്ത് ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിക്കുകയാണ്. താങ്കൾ എന്തിനാണ് ഭയപ്പെടുന്നത്? താങ്കൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? താങ്കൾ പാവങ്ങളെ പരിഗണിക്കുന്നവനല്ലേ, അനാഥകളെ സംരക്ഷിക്കുന്നവനല്ലേ, ദുർബലരായ ആളുകളെ കണ്ടറിയുന്നവനല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ ഒരിക്കലും കൈയൊഴിയുകയില്ല. ഒരു ഭർത്താവിന് തന്റെ ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടുന്ന ഏറ്റവും നല്ല സംസാരം കിട്ടി. ഖദീജ റളിയല്ലാഹു അൻഹ വേറെ രൂപത്തിൽ പറഞ്ഞാലും പടച്ചോൻ എന്താ കാശ നമ്മൾ പറഞ്ഞാൽ പേടിയായി, അല്ലേ? പക്ഷെ ഖദീജ റളിയല്ലാഹു അൻഹ ആ ഭർത്താവിന്റെ അവസരോചിതമായ ആ ഒരു സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് ഇടപഴകി. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് പോവുകയാണ്, കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ വേണ്ടി. വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദേ, അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. താങ്കളെ പ്രവാചകനായി നിയോഗിച്ച് താങ്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വഹ്ദാനിയത്തിലേക്ക് ജനങ്ങളെ താങ്കൾ ക്ഷണിക്കുവാനുള്ള അവസരം ഇനി താങ്കൾക്ക് വരും. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ അനുഭവിച്ച ത്യാഗങ്ങളും നൊമ്പരങ്ങളും താങ്കളുടെ ജീവിതത്തിലും ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിറകണ്ണുകളോട് ചോദിക്കുകയാണ്, എന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുമോ? എന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അതേ പ്രവാചകരെ, താങ്കളെ പുറത്താക്കും.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച ഒരുപാട് ത്യാഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ആ ഭാര്യയുടെ നല്ല ഒരു ഇടപെടലാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ശാന്തത നൽകിയത്. ആ രൂപത്തിലുള്ള ഇടപെടലുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത്. ഭാര്യയിലൂടെ സ്വർഗം, മക്കളിലൂടെ സ്വർഗം, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിലൂടെ സ്വർഗം, എല്ലാറ്റിലൂടെയും നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതാണ്. അതിനുവേണ്ടി നമ്മൾ കൃത്യമായി കൊണ്ട് പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمدلله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മുടെ കൂട്ടത്തിൽ വിവാഹിതരായ ആളുകളുണ്ടാകും. വിവാഹത്തിലേക്ക് കാൽവെക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഈ ആധുനിക കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ എന്ന നിലക്ക് ഏറെ കൃത്യമായും വ്യക്തമായും ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. കാരണം ലോകത്തിന്റെ മുന്നോട്ടുള്ള സഞ്ചാരം എന്നുള്ളത് എല്ലാവിധ അധർമ്മങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടുകൊണ്ടാണ്. അഥവാ ലഹരിയുടെയും അതുപോലെ തന്നെ സംഗീതത്തിന്റെയും ആഭാസത്തിന്റെയും പിറകിലാണ് ഇന്ന് യുവതലമുറകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആവലാതിപ്പെടാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാനോ ഒന്നും വകുപ്പില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഇഹലോകവും പരലോകവും നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കൾക്ക് കൃത്യമായ ദീനിനെ എത്തിച്ചു കൊടുക്കണം. പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ എന്താണെന്ന് നമ്മുടെ പെൺമക്കൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോഴൊന്നും വിവാഹം വേണ്ട, കുറച്ച് കഴിയട്ടെ, പഠനം കഴിയട്ടെ എന്നൊക്കെ മുഴുവൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളെ നമ്മൾ കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട്. എത്രയോ ആളുകൾ പല യാത്രാ രംഗങ്ങളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ വ്യത്യസ്തമാണ്, അല്ലെ? എത്രയോ ദൂര സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്ന എത്രയോ നല്ല മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അതിനെ ഒരു ഇരട്ടത്താപ്പായി സ്വീകരിച്ച് അന്യ പുരുഷന്മാരുമായി ഉള്ള ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ സമയം കണ്ടെത്തുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ജാഗ്രതരാകണം. ഇവിടെ നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കുവാനുള്ളത് പരിശുദ്ധ ഖുർആനും സുന്നത്തും മാത്രമാണ്. മഹാനായ ലുഖ്മാനുൽ ഹകീം തന്റെ പൊന്നുമോന് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ആ ഉപദേശത്തിലെ ഒരു ഉപദേശമുണ്ട്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സുഖറ ഔ ഫീ സമാവാതി ഔ ഫീൽ അർദ് യഅതി ബിഹല്ലാഹ്. മോനെ, ഒരു കടുകുമണിയോളമുള്ള ഒരു കാര്യം നീ അത് ചെയ്തത് പാറക്കെട്ടിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയായിരുന്നാലും പൊന്നുമോനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുവരും. മോനെ, ഉപ്പ കാണുന്നില്ല, ഉമ്മ കാണുന്നില്ല, അധ്യാപകൻ കാണുന്നില്ല, അയൽവാസി കാണുന്നില്ല, ആരും അറിയുന്നില്ല, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നു. ഈ ഒരു ബോധം നമ്മുടെ കുട്ടിയുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ രക്ഷപ്പെടും. ഇതില്ലാത്തടത്തോളം കാലം പ്രിയപ്പെട്ടവരെ, ഒരു നിരക്കും നമുക്ക് നമ്മുടെ മക്കളെ വിശ്വസിക്കാൻ കഴിയില്ല. അവരെ കൃത്യമായി കൊണ്ട് പരിപാലിക്കുക, സ്നേഹിക്കുക, വിവാഹ ജീവിതത്തിന്റെ ആവശ്യകതകളെയും അതിന്റെ പ്രാധാന്യത്തെയും അവർക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വരനായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ചരിത്രങ്ങൾ ഒരുപാട് നമ്മളെടുത്ത് പരിശോധിച്ചാൽ പലരും നമുക്ക് കാണാൻ കഴിയും. ആ രൂപത്തിൽ നല്ല ആളുകളെ കൃത്യമായി കൊണ്ട് തെരഞ്ഞെടുക്കുവാനും അത് നമ്മുടെ മക്കളെ അതിന്റെ പ്രാധാന്യത്തെ പഠിപ്പിച്ചു കൊടുക്കുവാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ